കഴിഞ്ഞ ദിവസം സിനിമയുടെ ശാസ്ത്രത്തെയും ടെക്നോളജിയെയും പറ്റി വിശദമായ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകളാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, അവർ ചോദിച്ചത് അപ്പോൾ 3D സിനിമ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് 3D സിനിമയ്ക്ക് ഇത്രയേറെ മിഴിവും ഇത്രയേറെ യാഥാർത്ഥ്യത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീലും ഉണ്ടാകുന്നത്. നാം എല്ലാവരും 3D സിനിമ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ആ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ മിഴിവും അതിൻ്റെ വ്യക്തതയും കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ സയൻസ്? അത് നമുക്കൊന്നറിയണ്ടേ. നമസ്കാരം, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ അഭ്യർത്ഥിക്കുന്നു, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. 3 ഡയമെൻഷൻ എന്നത് എന്താണെന്നറിയുന്നതിന് മുമ്പ് നാം കാഴ്ച എന്താണ് എന്നുകൂടി എന്നറിയണം. ഇതിനു മുമ്പ് അത് വിശദമാക്കിയിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയാം. അതായത് നാം ഒരു വസ്തുവിനെ കാണുന്നു, ആ വസ്തുവിൻ്റെ ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മുടെ കണ്ണിൻ്റെ റെട്ടിനയിൽ പതിയുന്നു. ആ റെട്ടിനയിൽ നിന്നുള്ള ആ സിഗ്നൽസ് നമ്മുടെ ബ്രെയിൻ അത് കാഴ്ച എന്ന അനുഭവമാക്കി മാറ്റുന്നു. ഇതാണ് ലളിതമായി കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയമുണ്ടാവും, നമുക്കെന്തിനാണ് 2 കണ്ണുകൾ? ഒരു കണ്ണുകൊണ്ടും നാം കാഴ്ച കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോഴെന്തിനാണ് 2 കണ്ണുകൾ? അതൊരു ന്യായമായ സംശയമല്ലേ? അതെ സുഹൃത്തുക്കളെ, ഈ 2 കണ്ണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും യാഥാർത്ഥ്യത്തോടുകൂടി ഒരു വസ്തുവിനെ കാണാൻ കഴിയുകയുള്ളൂ. വ്യക്തമായില്ല അല്ലേ? പറയാം. ഒരു വസ്തു അതെന്തുമായിക്കൊള്ളട്ടെ, ഇതാ ഈ വസ്തു, ഈ ഒരു ബോക്സ്, ഇതിന് 3 മാനങ്ങളുണ്ട്, അഥവാ 3 ഡയമെൻഷൻസ് ഉണ്ട്. ഇതിന് നീളമുണ്ട്, വീതിയുണ്ട്, ഇങ്ങനെ ഒരു ഘനവുമുണ്ട്. ഇത് 3 കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെ ഒരു വസ്തു പൂർണ്ണമാകുന്നത്. നാം ഈ വസ്തുക്കളെ കാണുന്നത് കൃത്യമായും 3 മാനങ്ങളിലാണ്, 3 ഡയമെൻഷനിലാണ്. ഈ 3 ഡയമെൻഷൻ, നീളം, വീതി, ഘനം, ഈ 3 ഡയമെൻഷനിൽ നമുക്ക് കാണണമെങ്കിൽ, ഈ 3 ഡയമെൻഷനും നമുക്ക് അനുഭവമാവണമെങ്കിൽ നമുക്ക് 2 കണ്ണുകൾ ആവശ്യമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പേപ്പറിൽ നിങ്ങളൊരു പടം വരയ്ക്കുന്നു. ആ പടം, അതിന് എത്ര ഡയമെൻഷൻസ് ഉണ്ട്? അതിനൊരു നീളമുണ്ട്, ഒരു വീതിയുണ്ട്. ഇത് 2 മാത്രമല്ലേ ഉള്ളൂ? അതുപോലെ നാം സാധാരണ സിനിമ കാണുന്നു, അതിനും നീളമുണ്ട്, വീതിയുണ്ട്. ഒരു മനുഷ്യൻ ഒന്നിൻ്റെ പുറകിൽ ഒന്ന് മറ്റൊരു മനുഷ്യൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ, അതേപോലെ സാധാരണ ഫോട്ടോകൾ, ആ ഫോട്ടോയ്ക്ക് എന്താണ്? ആ പേപ്പർ, അതിന് ഒരു നീളമുണ്ട്, വീതിയുണ്ട്, ഘനം ഇല്ല. അതായത് 2 പേർ മുമ്പിലും പുറകിലും നിന്ന്, മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ 2 പേർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ഫോട്ടോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണില്ല, ആ ഫോട്ടോയ്ക്കകത്ത് അറിയില്ല. അതായത് ഒരാളുടെ 1 മീറ്റർ പുറകിൽ നിന്നാലും 5 മീറ്റർ പുറകിൽ നിന്നാലും ആ ഫോട്ടോയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പുറകിൽ നിൽക്കുന്നു എന്നല്ലാതെ എത്ര ദൂരം പുറകിൽ നിൽക്കുന്നു എന്ന് ഒരു സാധാരണ ഫോട്ടോയിലൂടെ നമുക്ക് അറിയാൻ കഴിയില്ല, നമുക്കത് ഫീൽ ചെയ്യില്ല. ഈ മനോഹരമായ ഫോട്ടോ നോക്കൂ. ആ ഒരു ജിറാഫിൻ്റെ കൂട്ടം, ജിറാഫ്, അതിൻ്റെ പിന്നിൽ സൂര്യാസ്തമനം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നാം ഒരുമിച്ചല്ലേ കാണുന്നത്. ആ ജിറാഫും ആ ചക്രവാളവും തമ്മിലുള്ള ദൂരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് 2 ഡയമെൻഷൻ ചിത്രമാണ്. ഇതിന് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അതുപോലെ നോക്കൂ, ആ ചർക്കയുടെ പിന്നിലിരിക്കുന്ന ഗാന്ധിജി. പക്ഷേ ചർക്കയുടെ പിന്നിലാണ് ഗാന്ധിജി ഇരിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് കൊണ്ട് മനസ്സിലാവുന്നു. പക്ഷേ ഗാന്ധിജിയും ആ ചർക്കയും തമ്മിൽ എത്ര അകലത്തിലാണ്? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇത് 2 ഡയമെൻഷനിൽ ചിത്രമാണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ, ഇതും 2 ഡയമെൻഷനാണ്. കാര്യം ആ സ്ക്രീനിൽ നിങ്ങൾ നീളവും വീതിയും മാത്രമേ ഉള്ളൂ. എനിക്ക് തന്നെ എത്ര വണ്ണമുണ്ടെന്നോ, എൻ്റെ തലയുടെയോ, എൻ്റെ ഈ ശരീരത്തിൻ്റെ സൈസോ, ഇതിൻ്റെ ഘനമോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ എൻ്റെ പിന്നിലുള്ള ഈ TV എന്നിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഈ വീഡിയോ 2 ഡയമെൻഷനിലാണ് എടുത്തിരിക്കുന്നത്.
നമ്മുടെ സാധാരണഗതിയിൽ നാം കാണുന്നതെല്ലാം ഈ 3 ഡയമെൻഷനിലാണ്. ഇപ്പോൾ ഒരു വസ്തു ദൂരെ കിടക്കുന്നു, അത് ഏകദേശം എത്ര ദൂരെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒരു 10 അടി അകലെയാണ്, 15 അടി അകലെയാണ്, അല്ലെ 10 മീറ്റർ ദൂരെയാണ്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരെയാണ്. ഈ ദൂരം, ഈ അകലം കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിന് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഈ 2 കണ്ണുകളുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു കണ്ണ് മാത്രമുള്ളവർക്ക്, കാഴ്ച ഉണ്ടെങ്കിൽ പോലും ഒരു കണ്ണ് മാത്രമുള്ളവർക്ക് നിയമപരമായി ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് റോഡിലെ ദൂരം കൃത്യമായി ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. മുമ്പിൽ പോകുന്നൊരു വണ്ടിയുമായി എത്ര അകലമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ക്രോസ് ചെയ്യുന്നു, അയാളുമായി എത്ര ദൂരമുണ്ട് എന്ന് നമ്മുടെ ബ്രെയിനിന് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ ഒരു കണ്ണുള്ളവർക്ക് കഴിയില്ല. ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ എങ്കിൽ നാം എല്ലാം 2 ഡയമെൻഷനിലേ കാണുകയുള്ളൂ. 3 ഡയമെൻഷനിലും കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 കണ്ണുകളും ആവശ്യമാണ്. എങ്ങനെയാണെന്ന് പറയാം. ഇപ്പം നിങ്ങളുടെ ഒരു വിരൽ കണ്ണിൻ്റെ മുമ്പിൽ പിടിക്കുക. എന്നിട്ട് 2 കണ്ണും മാറി മാറി പൊത്തി ഒന്ന് നോക്കൂ. ഒരു ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ല ഈ കണ്ണുകൊണ്ട് കാണുന്നത്. അതായത് ഒരേ സാധനത്തിൻ്റെ 2 പ്രതിബിംബമാണ് ഈ കണ്ണിൽ 2 റെട്ടിനയിൽ പതിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് യോജിപ്പിക്കുമ്പോഴാണ് അത് ത്രിമാന രൂപമായി, 3 ഡയമെൻഷണൽ രൂപമായി നാം കാണുന്നത്. അപ്പോൾ ത്രിമാന രൂപത്തിൽ 3 ഡയമെൻഷനിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കണ്ണുകൾ ആവശ്യമാണ്. അപ്പോൾ ഫോട്ടോയും നാം സാധാരണ കാണുന്ന സിനിമകളുമൊക്കെ എന്തുകൊണ്ടാണ് 2 ഡയമെൻഷനിൽ കാണുന്നത്, 2 ഡയമെൻഷനിൽ എടുക്കുന്നത്? കാരണം ആ ക്യാമറകൾക്ക്, അത് ഫിലിമിൻ്റെ മൂവി ക്യാമറ ആയാലും ശരി, നമ്മുടെ സ്റ്റിൽ ക്യാമറ ആയാലും ശരി, അതിന് ഒരു ലെൻസേ ഉള്ളൂ. ആ ഒരു ലെൻസിലൂടെ ആ വസ്തുവിൻ്റെ നീളവും വീതിയും മാത്രമേ ഇതിൽ പതിയുകയുള്ളൂ. അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ നാം അതിൻ്റെ ദ്വിമാന രൂപം, നീളവും വീതിയും മാത്രമുള്ള രൂപം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ സിനിമകൾ, സാധാരണ ഫോട്ടോകൾ ഇതെല്ലാം ദ്വിമാനം 2 ഡയമെൻഷനിൽ കാണുന്നത്. അപ്പോൾ ഒരു സിനിമ 3 ഡയമെൻഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കണ്ണുകളിൽ ഓരോ കണ്ണിലും പതിയുന്ന ഇമേജ് ഒരു 3 ഡയമെൻഷനിൽ കാണുമ്പോഴുള്ള ആ വ്യത്യാസം, 3 ഡയമെൻഷനിലുള്ള ഒരു സാധാരണ കാഴ്ചയിൽ, ഒരു കല്ലായിക്കോട്ടെ, ഒരു മരമായിക്കോട്ടെ, മറ്റെന്ത് വസ്തുവുമായിക്കോട്ടെ, നാം അതിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ പതിയുന്ന ഇമേജ് തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ നീളവും വീതിയും പതിയും, മറ്റേതിൽ അതിൻ്റെ ഘനവും പതിയും. ഈ വ്യത്യാസത്തോടുകൂടി ഈ ഇമേജ് നമ്മുടെ കണ്ണിൽ പതിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു 3 ഡയമെൻഷൻ രൂപം കാണാൻ കഴിയുകയുള്ളൂ, 3 ഡയമെൻഷനിൽ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു സിനിമയിൽ ആ ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായും 3 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? കഴിയും. അങ്ങനെയാണ് ത്രിമാന സിനിമ, 3 ഡയമെൻഷൻ സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ 3 ഡയമെൻഷൻ സിനിമ ഉണ്ടാവണമെങ്കിൽ വെറുതെ 2 രൂപം കാണിച്ചാൽ മാത്രം പോരല്ലോ, ഒരേ ഇമേജിൻ്റെ 2 കാണിച്ചാൽ പോരാ. ഈ വ്യത്യാസം കൃത്യമായിട്ട് 3 ഡയമെൻഷൻ ഫൈനൽ റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ആ രൂപങ്ങൾ തന്നെ പതിയണം. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ മുതൽ ഈ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ത്രിമാന സിനിമ ചിത്രീകരിക്കുന്ന ക്യാമറയ്ക്ക് തീർച്ചയായും നമ്മുടെ ഈ 2 കണ്ണുകൾ എങ്ങനെയാണോ പ്രതിബിംബങ്ങളെ ഒരേ സമയം സൃഷ്ടിക്കുന്നത്, ആ രൂപത്തിൽ സൃഷ്ടിക്കാവുന്ന ടെക്നോളജി അതിലുണ്ടാവണം. അതിന് 2 ലെൻസ് ഉണ്ടാവണം. ആ 2 ലെൻസ് ആ 2 രീതിയിൽ തന്നെ ഇമേജുകളെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റിലോ ഫിലിമിലോ പതിയണം. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് അത് ഫിലിമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമേജ് ഡിജിറ്റൽ രൂപത്തിലായി കഴിഞ്ഞാൽ, അത് പ്രൊജക്റ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയായിരിക്കണം. ആ പ്രൊജക്ടറിൽ ഈ രീതിയിൽ 2 രീതിയിൽ തന്നെ ഇമേജ് സ്ക്രീനിൽ വീഴുന്ന രീതിയിൽ വേണം ആ പ്രൊജക്ഷൻ വരാൻ. അതുമാത്രം പോരാ, നമ്മുടെ കണ്ണുകളിലും ഇത് 2ആയിട്ട് തന്നെ പതിയണ്ടേ. അപ്പോൾ നാം ഒരു പ്രത്യേക കണ്ണട ഉപയോഗിച്ച് ഈ 2 ഇമേജുകളെ 2ആയിട്ട് തന്നെ നമ്മുടെ റെട്ടിനയിൽ പതിയുന്ന രീതിയിലുള്ള ഒരു ഫിൽറ്ററുള്ള ഒരു കണ്ണടയും വെക്കണം. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരു 3 ഡയമെൻഷണൽ സിനിമ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കാണുന്ന ഒരു സിനിമയിലാണ് നാം കല്ലുകളൊക്കെ നമ്മുടെ നേരെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ വലിയ തീപ്പന്തങ്ങളും വലിയ ചെകുത്താന്മാരുടെ നഖങ്ങളൊക്കെ നമ്മുടെ നേരെ നീണ്ട് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തൊക്കെ എത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ ആ ത്രിമാന അനുഭവമാണ് അതുണ്ടാകുന്നത്. ഇത്രയും ടെക്നോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ്, ഇത്രയും ടെക്നോളജികൾ ഇതിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത്
ഇമേജ് രണ്ട് രീതിയിൽ പതിയുക. നീളവും വീതിയുമുള്ള ഇമേജ്, അതേപോലെ തന്നെ ഘനം, ആ ദൂരം, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഇമേജ്. അങ്ങനെ രണ്ട് ഇമേജ് നമ്മുടെ കണ്ണുകളിൽ പതിയുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അത് വലിയ ടെക്നോളജിയാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ എക്സിബിഷനൊക്കെ അങ്ങനെയുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ത്രിമാന ചിത്രകഥകളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അന്നായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്താണ്, ഞാൻ 9ലും 10ലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് മലയാളത്തിലെ ആദ്യ ത്രിമാന സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ വരുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് പോയി കണ്ടത്. അതിൻ്റെ പ്രത്യേക കണ്ണടയൊക്കെ വെച്ച് ആ കുട്ടിച്ചാത്തൻ എയ്ത് വിടുന്ന ആ തീപ്പന്തങ്ങൾ നമ്മുടെ നേരെയൊക്കെ വരുന്ന കൊണ്ട് പേടിച്ച് നിലവിളിച്ച് നല്ലൊരു അനുഭവമായിരുന്നു അത്. അതിനെ തുടർന്ന് ധാരാളം 3D പറ്റിയൊക്കെയുള്ള ഒരുപാട് ശാസ്ത്രലേഖനങ്ങളും യുറീക്ക, ശാസ്ത്രഗതി പോലുള്ള മാസികകളിൽ ഒരുപാട് ലേഖനങ്ങളും ഒക്കെ വന്നത് ഞാൻ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഇതിനെപ്പറ്റി ഒരു വലിയ അവബോധമുണ്ടായി. ആ സമയത്ത് ത്രിമാന ചിത്രകഥകൾ ഇറങ്ങിയിരുന്നു. നമ്മൾ സാധാരണ ചിത്രകഥകൾ വായിക്കുമല്ലോ. നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ഒരു കണ്ണടയുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രങ്ങൾ അതിൽ നിന്നിങ്ങനെ എഴുന്നു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ വെറുതെ കണ്ണട മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ആകെ ബ്ലേഡായിട്ടുള്ള എന്തോ ആയിട്ട് കാണുകയുമുള്ളൂ. ത്രിമാന സിനിമ, 3D സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ കണ്ണട മാറ്റി നോക്കിക്കഴിഞ്ഞാൽ മങ്ങിയ ഇമേജുകൾ മാത്രമേ കാണുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇമേജും കൂടെ മിക്സ് ചെയ്താണ് സാധാരണഗതിയിൽ കാണുക. ഈ ചിത്രകഥകളിൽ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ട് ഗ്ലാസ്സുകളും, ഒരു ഗ്ലാസ് ചുവന്ന ഗ്ലാസ്സാണ്, ഒരു ഗ്ലാസ് പച്ച ഗ്ലാസ്സാണ്. അത് വെച്ച് നോക്കുമ്പോൾ ആ ചുമപ്പിലും പച്ചയിലുമായിട്ടാണ് ഈ രണ്ട് ഇമേജുകൾ അതിൻ്റെ അകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ചുമപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇമേജ് ആ ചുവപ്പ് ഗ്ലാസ്സിൽ കൂടെ കടന്നു പോകും. പച്ചയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇമേജ് ഒരേ ഇമേജിൻ്റെ തന്നെ ഈ പച്ച ഗ്ലാസ്സിൽ കൂടെയും കടന്നു പോകും. അങ്ങനെ ഈ രണ്ട് ഇമേജുകളും നമ്മുടെ രണ്ടായിട്ട് തന്നെ നമ്മുടെ റെട്ടിനയിൽ പതിയും. അതിനെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് ത്രിമാനമായിട്ട് കാണിക്കും. അത് കളർ ഗ്ലാസ് വെച്ചുള്ള വളരെ ലളിതമായ ടെക്നോളജിയാണത്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കും ഒരു വീട്ടിൽ വളരെ ലളിതമായി ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ ഈ 3D സിനിമകൾ നമ്മളിപ്പോൾ കാണുന്നില്ലേ, അതങ്ങനെയൊന്നുമല്ല. അത് വളരെ സങ്കീർണമായ ഒരു ടെക്നോളജിയാണത്. ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റിന് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. നമുക്കറിയാം, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ലൈറ്റിനുണ്ട്. അതുപോലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ. ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു തിയറിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി, ആ പ്രോപ്പർട്ടിയെ വിശദീകരിക്കാൻ കഴിയുക. ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇത്തിരി സങ്കീർണമാണത്, കേട്ടാൽ വിഡ്ഢിത്തമാണെന്ന് തോന്നും. അതിനെപ്പറ്റി ഞാൻ വിശദമായൊരു വീഡിയോ പിന്നീട് ചെയ്യാം. എങ്കിലും പറയാം, ഒരു വസ്തു ഒരേ സമയം പല രൂപത്തിൽ പലയിടത്തുണ്ടാകും. അതിലെ ഒറ്റ സെൻറ്റൻസിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതേ സമയം ഞാൻ വേറൊരിടത്ത് നിൽക്കുന്നുണ്ടാകാം. ഇതാണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഇതെന്തോന്ന് സയൻസ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് സയൻസാണ്, ക്വാണ്ടം മെക്കാനിക്സാണ്. ഇതിനെപ്പറ്റി വിശദമായ വീഡിയോ ഞാൻ ചെയ്യാം. ഇവിടെ ഇത് പറഞ്ഞത് ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ പോളറൈസേഷനിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോണാണത്. ഫോട്ടോൺ എന്ന് പറയുമ്പോൾ തന്നെ അത് വൈദ്യുതകാന്തിക ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും കൂടിയാണത്. ഈ വേവ്സ് പല രൂപത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ഫോട്ടോൺ നേരെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വേറൊരു അതേ ഫോട്ടോൺ തന്നെ പെർപെൻഡിക്കുലറായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും, വേറൊരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഒരേ സമയം ഈ ഫോട്ടോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രമാത്രം മനസ്സിലാക്കുക. നമ്മൾ കാണുന്ന ഈ ലൈറ്റെല്ലാം ഒരേ സമയം എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ഫോട്ടോൺ നേരെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ മാത്രം കടത്തിവിടുന്ന ഒരു ഫിൽറ്റർ അവിടെ ഉണ്ടെങ്കിൽ അതുമാത്രമേ നേരെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോണുകൾ മാത്രമേ അതിൽ കൂടെ കടന്നു പോവുകയുള്ളൂ. എന്നാൽ പാരലായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരെണ്ണമാണ്, പാരലായി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോണിനെ കടത്തിവിടുന്ന ഫിൽറ്ററാണെങ്കിൽ ആ ലൈറ്റിനെ മാത്രമേ അത് കടത്തിവിടുകയുള്ളൂ. നാം കാണുമ്പോൾ ഇത് രണ്ടും ഒരുപോലിരിക്കും. പക്ഷേ ഒന്നിലെ ഫോട്ടോൺ നേരെയായിരിക്കും, അടുത്ത ഫോട്ടോൺ പാരലായിട്ടുമായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാകാം. ഞാനിവിടെ അത് ഒന്നുകൂടി വിശദീകരിക്കാം. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കണമാണ്, ഇങ്ങനെയുള്ളൊരു കണം. ഇത് മാത്രവുമല്ല,
ഒരേ സമയം ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കണവുമാണ്, അതൊരു തരംഗവുമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം, അതായത് ഇതൊരു ഇലക്ട്രിക് ഫീൽഡ്, അതിന് പാരലായിട്ട് അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഒരു കണമായിട്ട് നമുക്ക് കണക്കാക്കാം. പല പ്രോപ്പർട്ടികൾ ലൈറ്റിനുള്ളതിൽ ഒന്നാണ് പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതായത് ഒരു ലൈറ്റ്, ഒരു ഫോട്ടോൺ, തരംഗവും ഒരേ സമയം തരംഗവും കണവുമാണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ തരംഗങ്ങൾ പല രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ ഈ തരംഗം അഥവാ വേവ് വൈബ്രേറ്റ് ചെയ്യും. അത് ഈ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും, ഈ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും, ഈ ഡയറക്ഷനിൽ വേവ് വൈബ്രേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഫോട്ടോൺ ഒരേ സമയം ഈ ഡയറക്ഷനുകളിലെല്ലാം അത് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഒരു ഇമേജ് കാണുന്നു, ഒരു മനുഷ്യൻ്റെ ഇമേജ് നമ്മൾ ഇവിടെയുണ്ട്, ഇത് കാണുന്നു. ഇതിൽ നിന്ന് പുറപ്പെടുന്ന ലൈറ്റ്, ഫോട്ടോണുകൾ, ആ ഫോട്ടോണുകൾ അങ്ങനെ ഈ എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്നവയായിരിക്കുമല്ലോ, അല്ലേ? ഇത് ലൈറ്റ് വേവ്സ് ഇങ്ങനെ പോവുകയാണ്. വീണ്ടും അടുത്ത ഫോട്ടോൺ, ഇങ്ങനെ ഇതുപോലെയുള്ള തുടർച്ചയായ ഫോട്ടോണുകളാണ് ഇതിൽ നിന്ന് പോകുന്നത്. അവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മളിത് കാണുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫിൽറ്റർ വെക്കുന്നു, ഒരു പോളറൈസേഷൻ ഫിൽറ്റർ. ഇതാണ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്നതാണ്. ഈ ഫിൽറ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോണുകളെ മാത്രം ഇത് കടത്തി വിടുമ്പോൾ, ഇപ്പുറത്ത് ഒരു നേർരേഖയിൽ ഇങ്ങനെ പോവുകയാണ്. ഈ ഫിൽറ്റർ കടന്ന് ഇപ്പുറത്ത് വരുന്ന ഫോട്ടോണുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോണുകളായിരിക്കും ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്നത്. അതായത് ഒരു അരിപ്പ എടുത്ത് നമ്മൾ അരിക്കുന്നത് പോലെ തന്നെ. ഏതെങ്കിലും ഒരു പ്രത്യേക സാധനം അരിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ബാക്കി എല്ലാത്തിനെയും തടഞ്ഞു നിർത്തി അതുമാത്രം കടന്നു പോകുന്ന പോലെ ഈ ഫിൽറ്ററിലൂടെ ഇങ്ങനെ നേരെ ഡയറക്റ്റ് ചെയ്യുന്ന ഫോട്ടോണുകൾ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഇമേജ് ഇവിടെ വരുന്നത് ഇമേജ് തന്നെ ആയിരിക്കും വരിക. പക്ഷേ ആ ഇമേജ് ഫോം ചെയ്യുന്നത് ഈ നേരെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോണുകൾ വെച്ച് മാത്രമായിരിക്കും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനിയും വേറൊരു ഫിൽറ്ററും കൂടി ഉപയോഗിക്കുന്നു. ഈ ഫിൽറ്റർ ആണെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെ ലൈറ്റ് കടന്നു പോകുന്നു, ഫോട്ടോണുകൾ ഇങ്ങനെ പോകുന്നു. ഇവിടെ വേറൊരു ഫിൽറ്റർ ഇരിക്കുന്നു. ഈ ഫിൽറ്റർ ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന ഫോട്ടോണുകളെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഈ ഫോട്ടോണുകളുടെ സ്വഭാവം ഇങ്ങനെ ഇരിക്കും. ഇതും നമുക്ക് കാഴ്ചയിലോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലോ ഈ രണ്ടും തമ്മിലൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഈ ഫിൽറ്റർ കടന്നു വരുന്ന ഫോട്ടോണുകൾ ഒന്ന് നേരെ വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും, ഒന്ന് തിരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ്, നമ്മൾ കാണുന്ന ഇമേജ് ഈ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോണുകൾ വെച്ച് മാത്രമായിരിക്കും ഈ ഇമേജ് ഫോം ചെയ്യുക. ഈ ഇമേജ് ഫോം ചെയ്യുന്നത് നേരെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോണുകൾ വെച്ച് മാത്രവും. ഇനിയും ഒരേ ഇമേജ്, ഈ സെയിം ഇമേജിൽ നിന്ന് ഒരുപാട് ഫോട്ടോൺസ് പോകുന്നു. ഇവിടെ രണ്ട് ഫിൽറ്റർ വെച്ചിരിക്കുന്നു. ഒരു ഫിൽറ്റർ ഇവിടെ, ഒരു ഫിൽറ്റർ ഇവിടെ, പാരലായിട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടെ കടന്നു പോകുന്ന ഇമേജ് അത് അങ്ങനെ ഒരു ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇതിൽ കൂടെ കടന്നു പോകുന്ന ഇമേജ് ഫോട്ടോണുകൾ അങ്ങനെയും ഒരു ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നു. ഈ രണ്ട് ഇമേജുകളും ആ വ്യത്യാസം നീളവും വീതിയും ഘനവും ഒരേപോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ഇമേജുകൾ എങ്ങനെയാണോ നമ്മുടെ കണ്ണിൽ പതിയുന്നത് അതേപോലെ തന്നെ രണ്ട് ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഇതിനെയാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോ സെൻസറിലോ പതിപ്പിച്ച് രണ്ട് ഇമേജുകളാക്കി മാറ്റുന്നത്. ഇനി ഇതിൻ്റെ ഫിലിം എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഫിലിം എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ?
ഇതല്ലേ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിനെ രണ്ടായിട്ട് തിരിച്ച്, ഒരു ഫ്രെയിമിനെ തന്നെ രണ്ടായിട്ട് തിരിച്ച് അവിടെ രണ്ട് ഇമേജ് ഉണ്ടാകും. ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പ്രൊജക്ടറിലൂടെ, അതിൻ്റെ പ്രൊജക്ടർ എന്ന് പറയുന്നതും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊജക്ടറായിരിക്കും. ഈ പ്രൊജക്ടറിൻ്റെ ലെൻസിലും ഇതേപോലെ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് പോളറോയിഡ് ഫിൽറ്റർ ഉണ്ടാകും. ഈ രണ്ട് പോളറോയിഡ് ഫിൽറ്ററിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് ഇവിടെ വലിയ സ്ക്രീനിൽ രണ്ട് ഇമേജും ഉണ്ടാക്കും. അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ഇമേജും ഉണ്ടാക്കും. ഇനി നമ്മളത് കാണുമ്പോൾ ആ പോളറോയിഡ് കണ്ണടയും രണ്ട് തരത്തിലുള്ള ഫിൽറ്ററായിരിക്കും. അങ്ങനെ നമ്മുടെ കണ്ണിൽ വീഴുന്നതും രണ്ട് ഇമേജ് തന്നെയായിരിക്കും. എങ്ങനെയാണോ നമ്മളൊരു വസ്തുവിനെ റിയാലിറ്റിയിൽ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇമേജ് പതിക്കുന്നത്, അതേപോലെ തന്നെയായിരിക്കും ഈ പോളറൈസേഷൻ കണ്ണടയിലൂടെ കടന്നു വരുന്ന ഈ ഇമേജുകൾ നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ റെട്ടിനയിൽ ഉണ്ടാക്കുന്നത്. അവയെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് അത് 3D ആയി കാണുന്നത്. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം, ആ പ്രകാശത്തിനെ രണ്ട് രീതിയിലുള്ള പോളറൈസ്ഡ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, പോളറൈസ്ഡ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഇമേജ് ഒരു കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ എങ്ങനെയാണോ ഒരു വസ്തുവിൻ്റെ രണ്ട് ഇമേജ് രണ്ട് കണ്ണുകളിൽ പതിയുന്നത്, അതേപോലെ തന്നെ സൃഷ്ടിച്ച് ആ ഫിലിം പ്രോസസ്സ് ചെയ്ത് അതൊരു പ്രൊജക്ടറിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയുള്ള രണ്ട് ഫിൽറ്ററുകൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഇമേജുകൾ സ്ക്രീനിൽ സൃഷ്ടിച്ച് ആ സ്ക്രീനിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് വരുമ്പോൾ നമ്മളും ഒരു കണ്ണട അണിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ രണ്ട് ഗ്ലാസും രണ്ട് പോളറൈസ്ഡ് ഗ്ലാസ് ആയിരിക്കും. അതും അവിടെയും ഈ രീതിയിലുള്ള ഒന്ന് പെർപെൻഡിക്കുലറും ഒന്ന് പാരലായിട്ടുമുള്ള ഫോട്ടോണുകളെ കടത്തിവിട്ട് രണ്ട് രീതിയിലുള്ള ഇമേജ് നമ്മുടെ റെട്ടിനയിൽ സൃഷ്ടിച്ച് നമുക്ക് ത്രിമാന കാഴ്ച അനുഭവം ഉണ്ടാക്കുന്നു. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ത്രിമാന സിനിമ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ വളരെ ലളിതമാണെങ്കിലും ഈ ടെക്നോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണത്, വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ത്രിമാന സിനിമകളൊക്കെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാകുന്നത്. കാര്യം അതെടുത്ത് സാധാരണ ഒരു സിനിമ എടുക്കുന്നതിൻ്റെ 2-3 ഇരട്ടി ചിലവും അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം ത്രിമാന സിനിമ എടുക്കാനുണ്ട്. പക്ഷേ അതൊരു അസാമാന്യമായ കാഴ്ച അനുഭവമാണ്. നാം അവതാർ സിനിമയൊക്കെ കണ്ടു, എന്തൊരു രസമായിരുന്നു, എന്തൊരു ഫീലായിരുന്നു നമുക്ക്. പക്ഷേ അതിൻ്റെ പിറകിൽ ഇത്ര വലിയ ഒരു ടെക്നോളജിയുണ്ട്. ഒരു ടെക്നോളജിയല്ല, അനേകം ടെക്നോളജികളുണ്ട്, മനുഷ്യാധ്വാനമുണ്ട്, മനുഷ്യൻ്റെ ബുദ്ധിയുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റാണ് ഒരു 3D സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ 3D സിനിമ എന്താണ് എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.